ഈ വീഡിയോ ചെയ്യുമ്പോഴേ നമ്മുടെ PV അൻവറിന്റെ UDF പ്രവേശനം സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും മുമ്പിൽ അവശേഷിക്കുന്ന ചോദ്യം ഒരു പ്രാദേശിക നേതാവായ PV അൻവറിന്റെ ബ്ലാക്ക് മെയിലിങ്ങിന് വഴങ്ങി അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണോ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിന് എങ്ങനെ ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടി, ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, എന്തൊക്കെ കളികളാണ് അതിന്റെ പിന്നിൽ നടന്നത് മുതലായ രഹസ്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തും തനിക്ക് മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടിയില്ലെങ്കിൽ എന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അതായത് ഒരു ബ്ലാക്ക് മെയിലിംഗ്, പക്ക ബ്ലാക്ക് മെയിലിംഗ്. അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും എന്നുള്ള ഒരു ഭീഷണി. സത്യം പറഞ്ഞാൽ മുന്നണി പ്രവേശനം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ളത് അൻവറിനാണ്. ആ അൻവർ തന്നെയാണ് ഇത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട തന്ത്രങ്ങൾ പയറ്റി അദ്ദേഹത്തിന്റെ തന്നെ മുന്നണി പ്രവേശത്തെ തടസ്സപ്പെടുത്തുന്നത്. ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തില് ഒരു ചോദ്യം ചോദിച്ചു, എനിക്കെന്താ ചൊറിയും ചിരങ്ങും ഉള്ളത് കൊണ്ടാണോ എന്നെ മുന്നണിയിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തുന്നത് എന്നുള്ളത്. ശരിയാണ് അൻവർ, താങ്കൾക്ക് ചൊറിയും ചിരങ്ങും ഉള്ളത് കൊണ്ട് തന്നെയാണ് UDF എന്ന് പറയുന്ന മുന്നണി താങ്കളെ, അല്ലെങ്കിൽ താങ്കൾ അംഗമായിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ UDFന്റെ ഭാഗമാക്കാൻ മടിക്കുന്നത്. ഈ ചൊറിയും ചിരങ്ങും താങ്കളുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗത്തെ പറ്റിയല്ല പറയുന്നത്. താങ്കളുടെ രാഷ്ട്രീയ വിശ്വാസ്യത, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, രണ്ടാമത്തെ താങ്കളുടെ നാവ്, എന്താണ് പറയുന്നത്, ആരെക്കുറിച്ചാണ് എന്തൊക്കെ പറയുന്നു എന്ന് പോലും ആലോചിക്കാതെ എന്തും എഴുന്നള്ളിക്കുന്ന, പ്രത്യേകിച്ച് മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി എന്തും പറയുന്ന താങ്കളുടെ ആ രീതി, ആ നാവ്, ഇതൊക്കെയാണ് താങ്കളുടെ ചൊറിയും ചുരങ്ങുമെന്ന് പറയുന്നത്. താങ്കൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം പറയാനുണ്ടോ? അതും ഒരു ചോദ്യമാണ്. താങ്കൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം എന്താണ്? നമുക്കതേക്കുറിച്ചൊന്ന് നോക്കാം. അൻവർ എന്ന് പറയുന്ന ആള് LDFന്റെ MLA ആയിരുന്നു. ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം പിണറായി വിജയനെയും മറ്റും പുലഭ്യം പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നത് പറയുമ്പോൾ പാർട്ടി വിട്ടിട്ടില്ല. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നേതാവായ പിണറായിയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ നേതാവ് എന്ന് പറയുമ്പോൾ അൻവറിനെ കണ്ടെത്തിയതും സ്ഥാനാർത്ഥിയാക്കിയതും 2 തവണ ജയിപ്പിച്ചതും പിണറായി വിജയന്റെ തന്ത്രങ്ങളാണ്. പിണറായി വിജയൻ ആലോചിച്ച് ചെയ്ത കാര്യമാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹത്തോട് അടുപ്പമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നട്ടാൽ കുരുക്കാത്ത നുണകള്. ADGP അജിത് കുമാറും അതുപോലെ തന്നെ മലപ്പുറം SP ഒക്കെ ആ ഭാഗത്തൊക്കെ നടക്കുന്ന സ്വർണം പൊട്ടിക്കലിന്റെ നേതാക്കന്മാരാണെന്ന്, അവരാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് വരെ താങ്കൾ പറഞ്ഞു. അതിനുശേഷമാണ് താങ്കൾ രാജിവെച്ച് പുറത്തു വരുന്നു. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? ഇത് പിണറായി അവസാനിപ്പിക്കാനുള്ള ഒരു അവസരമാണെന്നാണ്. പിണറായി രാഷ്ട്രീയത്തിന്റെ ശവപ്പെട്ടിമേൽ അടിക്കുന്ന അവസാനത്തെ ആണി എന്നൊക്കെ ചില ആലങ്കാരികമായും സംസാരിച്ചു. അതിനു മുമ്പേ താങ്കൾ പറഞ്ഞു, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്ന ആളായിരിക്കണമെന്ന്. കോൺഗ്രസ് മത്സരിക്കുന്നത്, അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് അൻവർ നടക്കുന്ന കാര്യമാണോ? അതിനുശേഷം ഏത് ചെകുത്താൻ നിന്നാലും സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇനിയൊന്നും പറയാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റി അവരെ അദ്ദേഹം ചോദ്യം ചെയ്തു. അദ്ദേഹം CPM-മായി സീറ്റിന് വേണ്ടി ചർച്ച ചെയ്തു എന്ന് വരെ പറഞ്ഞു. അവസാനം MV ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ചർച്ചയോ ആലോചനയോ നടന്നിട്ടില്ല എന്നുള്ളത്. ഇവിടെയാണ് ഒരു ചോദ്യം ഉയർന്നത്. താങ്കളുടെ രാഷ്ട്രീയം എന്താണ്? താങ്കളുടെ പിണറായി എന്ന് പറയുന്ന വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ തോൽപ്പിക്കാനാണോ നിൽക്കുന്നത്? അല്ലെന്ന് വളരെ വ്യക്തമാണ്. താങ്കളുടെ മുമ്പിലുള്ള താങ്കളുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട കാര്യം ആര്യാടൻ ഷൗക്കത്തുമായിട്ടുള്ള വ്യക്തിവൈരാഗ്യമാണ്, ശത്രുതയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. എന്തെങ്കിലും ഉണ്ടാവാം. അതുപോലെ അദ്ദേഹത്തിന്റെ നിലനിൽപ്പ പിണറായിസം ഇല്ലാതാക്കണമെന്നല്ല, തനിക്ക് നിലനിൽക്കണം. അതിന് അദ്ദേഹം DMK പോകുന്നു, പിന്നീട് TMC തൃണമൂൽ കോൺഗ്രസ് ആകുന്നു. തൃണമൂൽ കോൺഗ്രസിന് 3 സീറ്റ് ചോദിക്കുന്നു. തൃണമൂൽ കോൺഗ്രസിനെ UDFന്റെ ഭാഗമാക്കണമെന്ന് പറയുന്നു. അപ്പൊ എന്താ താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം? ഇനി താങ്കളെ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെ UDFന്റെ ഭാഗമാക്കി എന്ന് വിചാരിക്കുക. താങ്കൾ ഇതിനകം തന്നെ ആര്യാടനെതിരായിട്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ പൊതുജന മധ്യത്തിൽ ആക്ഷേപിക്കാനുള്ളതൊക്കെ ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു.
ഇനി താങ്കൾ UDF-ൽ വന്നാൽ തന്നെ ആര്യാടിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്ന്, അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് എന്താണ് ഉറപ്പ്? ആർക്കാണ് ആ ഉറപ്പുള്ളത്? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളെ UDF-ലെ ഒരു ഘടക കക്ഷിയാക്കി എടുക്കേണ്ടത്? താങ്കൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ സംഭവമാണെന്ന് താങ്കൾ തന്നെ വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. പക്ഷെ മറ്റുള്ളവർക്കും കൂടി തോന്നണം, താങ്കൾ TMCയുടെ ഇവിടുത്തെ നേതാവാണ്, TMC കേരളത്തിലെ ഒരു വലിയ പാർട്ടിയാണ്, ഞാൻ തന്നെ വലിയൊരു സംഭവമാണ് എന്നൊക്കെ ചിന്തിക്കാം. അതുകൊണ്ടാണല്ലോ താങ്കൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്, പാലക്കാട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്മാറ്റാം, അദ്ദേഹത്തെ പിൻവലിക്കാം, പകരം ചേലക്കരയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണം. ആര് പിന്തുണ നൽകണം? UDF പിന്തുണ നൽകണം. TMCക്ക്, അൻവറിന്റെ പാർട്ടിക്ക്. അങ്ങനെ ഒരു പാർട്ടി എന്ന് കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ആ പാർട്ടിക്കും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും പിന്തുണ നൽകണം. അപ്പൊ സതീശൻ എന്തോന്ന് പറഞ്ഞു പോയി, അത്രക്കൊക്കെ അങ്ങ് വളർന്നോ എന്നോ മറ്റോ ഒന്ന് ചോദിച്ചു. അതാണിപ്പോ സതീശനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ പക അല്ലെങ്കിൽ വൈരാഗ്യം. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ പിന്മാറ്റിയതിനെ പറ്റി അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം പിന്മാറിയില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം കട്ട പുകയാകുമായിരുന്നു. പറിച്ചു കേട്ട അങ്ങനെയൊക്കെയാ തോന്നുക. അതിനുശേഷം അദ്ദേഹം ആ സ്ഥാനാർത്ഥി, ആ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം വോട്ടെടുപ്പിന്റെ ദിവസം UDF-ന്റെ ബൂത്ത് ഏജന്റുമാർക്ക് ബിരിയാണി കൊണ്ടു കൊടുത്തു. ആരെങ്കിലും ആവശ്യപ്പെട്ടു ബിരിയാണി കൊണ്ടു കൊടുക്കണമെന്ന്? പിന്നെ നന്ദി പോലും പറഞ്ഞില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ സംഭവമാണെന്നാണ്. പ്രിയപ്പെട്ട അൻവറെ, അങ്ങനൊന്നും അല്ല. നിങ്ങൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. 5-6 പേര് കൂടെ കൂടിയിട്ടുണ്ട്. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? CPM-ൽ നിന്ന് വലിയൊരു ഒഴുക്കുണ്ടാകുമെന്നാണ്. പക്ഷെ വന്നതായിട്ട് നമ്മൾ കണ്ടത് ഒരു ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനുശേഷം ഒരാൾ പോലും CPM-ൽ നിന്ന് അദ്ദേഹത്തിനോട് വന്നിട്ടില്ല. ആദ്യം നടത്തിയ യോഗത്തിൽ കുറച്ച് ആളുണ്ടായിരുന്നു. പിന്നീട് ഓരോ യോഗം കഴിയും തോറും അതിങ്ങനെ ചുരുങ്ങി ശോഷിച്ചു വരുന്നതാണ് നമ്മളൊക്കെ കണ്ടത്. പക്ഷെ വർത്തമാനം കേട്ടാലോ, മുസ്ലിം ലീഗോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ പോലെയുള്ള ഒരു ഘടക കക്ഷി, അവര് മുന്നണിയിൽ പല കാര്യങ്ങൾ പറയും, ചിലപ്പോൾ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കും, അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അതുപോലെയാണ് മുന്നണിയിൽ ഇതുവരെ പ്രവേശനം കിട്ടിയിട്ടില്ലാത്ത TMCയുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ പേരില് മുന്നണിയുടെ ഭാഗമല്ലാത്ത അൻവർ നടത്തുന്ന അവകാശവാദങ്ങൾ, സമ്മർദ്ദതന്ത്രങ്ങൾ, ഇപ്പൊ ഏറ്റവും അവസാനം ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം. ഇന്നലെ ബുധനാഴ്ച താങ്കൾ എടുത്ത ഒരു തന്ത്രം, അതായത് സതീശനെ ഒറ്റതിരിച്ച് ആക്രമിക്കുക. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ അരിയാഹാരം കഴിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ. നമുക്കറിയാം, സതീശനെ എതിർക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്ത ചില നേതാക്കന്മാര് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരുടെ ഒരു പിന്തുണ നേടിയെടുക്കുക, അതായിരുന്നു പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ പാർട്ടിക്കുള്ളില്, കോൺഗ്രസിനുള്ളില് ഇതിന്റെ പേരിൽ ഒരു ചെറിയ അന്തഛിദ്രം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. കെ സുധാകരൻ ഇതേക്കുറിച്ച് എന്തോ പറഞ്ഞു. അതായത് പാർട്ടി മുഴുവനായിട്ട് ആലോചിച്ചു വേണോ അൻവറിനെ സ്വീകരിക്കണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം മുന്നണിയിൽ വരുന്നതിനെതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മരവിപ്പിക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ സുധാകരന്റെ ഒരു നിരാശ, സങ്കടബോധം, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നോക്കി അങ്ങോട്ട് ഇറങ്ങുമ്പോ പുതിയ ഒരാള് ആ സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു നിരാശ എന്ന് കണ്ടാൽ മതി. അതും പോരാഞ്ഞ് അൻവറും കെ സുധാകരനും തമ്മിൽ ഒരു പഴയ ബന്ധമുണ്ട്, സൗഹൃദം. വളരെ തിക് ഫ്രണ്ട്സ് ആയിരുന്നു, അടുപ്പക്കാരായിരുന്നു. അത് കേരളത്തിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിലും ഒക്കെ ഉള്ളവർക്ക് അതിനെക്കുറിച്ച് അറിയാം. അതിന്റെ ഒരു പ്രതിഫലനം കൂടി ആവണം കെ സുധാകരന്റെ പ്രസ്താവന എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അൻവറിന്റെ ലക്ഷ്യം തന്റെ പേരിലെ പാർട്ടിക്കുള്ളിലെ, കോൺഗ്രസിനുള്ളിൽ ഒരു അന്തഛിദ്രം ഉണ്ടാക്കാൻ കഴിയുമോ, സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു. പക്ഷെ സതീശൻ, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അത് മാത്രം UDF-ന്റെ ചെയർമാനാണ്. അദ്ദേഹം ഈ കാര്യത്തിലുള്ള വ്യക്തമായ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. സതീശൻ ഈ ഒരു വിഷയത്തിൽ, അതായത് അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് എടുത്ത ഒരു തീരുമാനം, അത് വളരെ ഉറച്ചതായിരുന്നു. സതീശന്റെ നിലപാടുകളിൽ എതിർപ്പുള്ള ചിലരൊക്കെ കോൺഗ്രസിലുണ്ട്, കോൺഗ്രസിന് പുറത്തുമുണ്ട്. പക്ഷെ അവരൊക്കെ പോലും കൈ നീട്ടി ഒരു സല്യൂട്ട് കൊടുക്കുന്ന തീരുമാനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായത്. പത്രസമ്മേളനത്തിൽ KC വേണുഗോപാലിനെ ഒന്ന് കൂട്ടുപിടിക്കാൻ നോക്കി. അതായത് ഇനി KC വേണുഗോപാലിനെ അദ്ദേഹത്തിന് പ്രതീക്ഷയുള്ളൂ, സതീശനിലില്ല. ഓർമ്മകൾ അല്പം ഒന്ന് റീവൈൻഡ് ചെയ്താൽ മതി. KC വേണുഗോപാലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്താണെന്നുള്ളത്
നമ്മുടെ തൊട്ടുമുമ്പിലുണ്ട്. അത് 23-ലോ മറ്റോ നടന്നത്. അന്നൊരു 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ കോൺഗ്രസിന് വേണ്ടത്ര പ്രയോജനം കിട്ടിയില്ല, വിജയം ഉണ്ടായില്ല. അന്ന് അദ്ദേഹം പറഞ്ഞതാ ഇതിന്റെ എല്ലാം കാരണക്കാരൻ KC വേണുഗോപാലാണെന്ന്. അദ്ദേഹത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയ അന്ന് മുതൽ പാർട്ടി നശിച്ചില്ലാതായി തുടങ്ങിയെന്ന് അൻവർ പറഞ്ഞതാ. ഹിന്ദി അറിയത്തില്ല, മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, കേരളത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് പോലും അറിയില്ല. അത്തരത്തിലൊരാളെയാണ് AICC ജനറൽ സെക്രട്ടറി ആയത്. അതാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണം എന്ന് വരെ പറഞ്ഞ ആളാണ് ഇന്നലെ കോഴിക്കോട് വരെ ചെന്നിരിക്കുന്നു ഗസ്റ്റ് ഹൗസിൽ KC വേണുഗോപാലിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നറിയുന്നതിന്. അതുപോലെ സതീശിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം 150 കോടി രൂപയുടെ അഴിമതി. 150 കോടി രൂപ കേരളത്തിൽ കേരളയിൽ വരാതിരിക്കാൻ അദ്ദേഹം ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചത്. അത് എങ്ങനെ? അത് കർണാടകയിൽ നിന്നാണ് പണം വന്നത്. മീൻ കയറ്റുന്ന വണ്ടി, റെഫ്രിജറേറ്റഡ് വാൻസ്, മീൻ കേടുകൂടാതെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അതിലാണ് അത്ര ഈ നോട്ടുകെട്ടുകൾ കൊണ്ടുവന്നത്. ചേറ്റുവ കടപ്പുറത്തോ മറ്റോ വെച്ചാണത് സതീശന്റെ ആൾക്കാർക്ക് കൈമാറിയത്. പിന്നീട് അത് വീണ്ടും കർണാടകയിലേക്ക് കൊണ്ടുപോയി. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. അവസാനം മാപ്പ് പറയേണ്ടി വന്നു, തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കേണ്ടി വന്നു. അതിനാരെയാ കുറ്റപ്പെടുത്തിയത്? P. ശശിയെ, പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ പറഞ്ഞത് ഞാൻ നിയമസഭയിൽ അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാണ് UDF-നോടും കോൺഗ്രസിനോടും ഡിക്റ്റേറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന അൻവറിന്റെ രാഷ്ട്രീയം. ആരെങ്കിലും ഒരാൾ എഴുതി കൊടുക്കുന്ന ആരോപണം അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുന്നതല്ല. ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു ആക്ഷേപം അത് യാതൊരു ഉളുപ്പും കൂടാതെ നിയമസഭയിൽ വിളിച്ചു പറയുക, എന്നിട്ട് മാപ്പ് പറയുക. ഈ നേതാവിന്റെ മുമ്പിലാണോ നിങ്ങൾ കീഴടങ്ങേണ്ടത്? ഇദ്ദേഹത്തിന്റെ പിടിവാശിക്ക് മുമ്പിലാണോ നിങ്ങൾ തോൽവി സമ്മതിച്ചു കൊടുക്കേണ്ടത്? കോൺഗ്രസും UDF-ഉം ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നിട്ടും അൻവറിനെ ഉൾക്കൊള്ളാനാണ് UDF ശ്രമിച്ചത്. അസോസിയേറ്റ് അംഗമായിട്ട് TMC തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനും അദ്ദേഹം വഴങ്ങുന്നില്ല. 3 സീറ്റ് വരെ ചോദിച്ചു എന്നാ പറയുന്നത്, വിജയസാധ്യതയുള്ള 3 സീറ്റ്. അപ്പൊ അദ്ദേഹം ഈ നിലമ്പൂരിനെ കണ്ടത് ഒരു കുറുക്കു വഴിയായിട്ടാണ്, UDF-ൽ കടന്നു പറ്റുന്നതിനുള്ള ഒരു എളുപ്പ വഴി. അങ്ങനെ ഒരു പാർട്ടി തന്നെ കേരളത്തിൽ ഇരുന്ന് എല്ലാവർക്കും അറിയാം. ചിലപ്പോൾ ഈ പാലക്കാട് മലപ്പുറം ഭാഗത്ത് 2-3 കമ്മിറ്റികളൊക്കെ രൂപവത്കരിച്ചിട്ടുണ്ടാവും. അതല്ലാതെ എവിടെയാണ് ഈ പാർട്ടി ഉള്ളത്? തൃണമൂൽ കോൺഗ്രസ്. അപ്പൊ അതിന്റെ പേരിൽ അകത്ത് കിടക്കുക, അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഒരു മന്ത്രിയാവുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഉന്നം. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി. അത് അത്ര അങ്ങോട്ട് സംഭവിച്ചു കൊടുക്കാൻ അവര് തയ്യാറായുമില്ല. അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസും UDF-ഉം എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആലോചിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതായത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരാളിന് നിങ്ങൾ വഴങ്ങി കൊടുക്കണമോ? വളരെ നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുമ്പോൾ അതിലെ വിജയം പ്രധാനമാണ്. UDF തുടർച്ചയായിട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിലമ്പൂർ കൂടി ഇടതുമുന്നണിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കത് ഊർജം പകരുന്ന ഒന്നായിരിക്കും, യാതൊരു സംശയവുമില്ല. അത്തരത്തിലൊരു സന്ദർഭത്തിൽ ജയിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ UDF തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അലമ്പുണ്ടാക്കുന്ന ഒരാളെ, എന്തൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് പോലും മോശപ്പെട്ട കാര്യങ്ങൾ പൊതുജനമധ്യത്തിൽ പറയുന്ന ഒരു നേതാവിനെ മുന്നണിയിലെടുത്തിട്ട് എന്താണ് പ്രയോജനം? നേരത്തെ ചോദിച്ചൊന്ന് ആവർത്തിക്കുക. അദ്ദേഹം ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പിന്നെ എന്തിനാണ് ഈ വയ്യാവേലി വേദിയിൽ കിടക്കുന്നത് എടുത്ത് തോളയിൽ വയ്ക്കുന്നത്? മുട്ടിന് വാക്കുമാറ്റി പറയുന്ന ഒരാളെ നിങ്ങൾ എങ്ങനെ വിശ്വാസത്തിലെടുക്കും? ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്. ഒരു യാത്ര പുറപ്പെടുമ്പോൾ നമ്മളൊരു വിഴുപ്പുപാഠം എടുത്ത് ചുമലിൽ വയ്ക്കാറില്ല. അത് പിന്നീട് വല്ലാത്ത വലിയൊരു ഭാരമായിട്ട് മാറുക തന്നെ ചെയ്യും.